സാമ്പത്തിക മാന്ദ്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തെ ഇത്രയും അധികം സാമ്പത്തിക മാന്ദ്യങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? നമുക്കറിയാം, ക്യാപിറ്റലിസവും അതുപോലെ തന്നെ സോഷ്യലിസവും പ്രതിനിധാനം ചെയ്യുന്ന ആ സോഷ്യലിസവും ക്യാപിറ്റലിസവും പഠിപ്പിക്കുന്ന സമ്പത്ത് വ്യവസ്ഥ ലോകത്തിന് ഇന്ന് പരിശോധിച്ചപ്പോൾ, ലോകത്തെ എന്നെ പ്രയോഗിച്ചു നോക്കിയപ്പോൾ, പക്ഷേ അതുകൊണ്ടൊന്നും ലോകത്തെ സാമ്പത്തികമായ വളർച്ച ഉണ്ടാക്കുവാനോ അതല്ലെങ്കിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കിടക്കുന്ന അനേകായിരം പട്ടിണി പാവങ്ങളെ സമന്മാരായി പണക്കാരനും പാവപ്പെട്ടവനും സമന്മാരായി കഴിയുക എന്ന തത്വത്തിലേക്ക് കൊണ്ടുവരാനോ ക്യാപിറ്റലിസം കൊണ്ടോ അതുപോലെ തന്നെ സോഷ്യലിസം കൊണ്ടോ സാധിച്ചിട്ടില്ല. നമുക്കറിയാം എന്തുകൊണ്ട് ഈ സാമ്പത്തിക മാന്ദ്യം ഇവിടെ സംഭവിക്കുന്നു. നാം ആലോചിക്കുക, ഇന്ന് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്ന സമ്പത്ത് വ്യവസ്ഥക്ക് എതിരായിക്കൊണ്ട് അതിനെ വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയാണ് ലോകത്തെ ഇന്ന് നിലനിൽക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിപ്പിച്ചു, പരിശുദ്ധമായ ഹദീസ് പഠിപ്പിച്ചു, പലിശ ഹറാമാണെന്നും അതുപോലെ തന്നെ ഊഹക്കച്ചവടം ഹറാമാണെന്നും റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഹറാമാണെന്നും പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ഇവിടെ ആലോചിക്കണം, നിശ്ചിത വില കൽപ്പിക്കാതെ ഊഹക്കച്ചവടം നടത്തിക്കൊണ്ട് ഷെയറുകളും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളും വിൽപ്പന നടത്തിക്കൊണ്ട് ഊഹക്കച്ചവടം നടത്തിക്കൊണ്ട് അതിൽ ദിവസം നിമിഷങ്ങൾക്കകം പണം ഓഹരി വിപണിയിൽ പണം അധികരിക്കുകയും പണത്തിന്റെ മൂല്യം അധികരിക്കുകയും ഇടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് ലോകത്തുള്ള വിവിധങ്ങളായ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങിക്കൊണ്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് വിറ്റ് കാശാക്കുകയും ഊഹക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ഓരോ അവസരത്തിൽ പ്രധാനമായും ലോകത്ത് സാമ്പത്തിക മാന്ദ്യം സംഭവിക്കാനുള്ള ഏറ്റവും മുഖ്യമായ കാരണമാണ് ഷെയർ ബിസിനസ്, ഊഹക്കച്ചവടം എന്നുള്ളത്, അഥവാ ഷെയർ മാർക്കറ്റിംഗ് എന്നുള്ളത്. നമുക്കറിയാം, ഷെയർ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നാം ആലോചിക്കുക, ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കൊണ്ട് അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും അതിന്റെ അസറ്റുകളൊന്നും നോക്കാതെ അതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ സമയമില്ലാതെ അതിനെക്കുറിച്ചൊന്നും അതിന്റെ കയ്യിലേക്ക് കിട്ടുന്ന മുമ്പ് തന്നെ ഒരു കമ്പനിയുടെ ഷെയർ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും അതിനെ മറിച്ച് വിൽക്കുകയും അതുപോലെ തന്നെ നിരന്തരം ആളുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയും അങ്ങനെ അവസാനം ആ സർട്ടിഫിക്കറ്റ് പ്രതിനിധാനം ചെയ്യുന്ന കമ്പനിക്ക് ഒന്നുമില്ലാതെ പോകുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിലൂടെ പ്രധാനമായും സാമ്പത്തിക മാന്ദ്യം സംഭവിക്കാനുള്ള ഒരു മുഖ്യ കാരണമാണ് ഇത്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് നമുക്കറിയാം, പരിശുദ്ധമായ ഇസ്ലാം മതം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധമായ ഇസ്ലാം മതത്തിന്റെ വിക്കിയിലൂടെയും അതുപോലെ കർമ്മശാസ്ത്രപരമായ ഗ്രന്ഥങ്ങളിലൂടെ നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, റിയൽ എസ്റ്റേറ്റ് പോലത്തെ ബിസിനസ്സുകൾ ഹറാമാണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് നടത്തുന്നത്, എങ്ങനെയുള്ള കച്ചവടമാണ് നമുക്ക് നിശ്ചിതമാക്കിയിരിക്കുന്നത്. ലോകത്തോട് ഇസ്ലാം വിളിച്ചു പറയുകയാണ്, വസ്തു കയ്യിൽ കിട്ടുന്നതിന് മുമ്പേ, വസ്തു കയ്യിലേക്ക് ലഭിക്കുന്നതിന് മുമ്പേ അതിനെ വിൽപ്പന നടത്തൽ, അതിനെ കച്ചവടം നടത്തൽ അത് ഹറാമാണെന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, റിയൽ എസ്റ്റേറ്റ് എങ്ങനെയാണ് നടക്കുന്നത്. വസ്തു കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു അഗ്രിമെന്റ് തയ്യാറാക്കിക്കൊണ്ട് വാങ്ങിയവനത വസ്തു അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അതിനെ മറിച്ചു വിൽക്കുകയും മറ്റൊരാൾക്ക് വിൽക്കുകയും അദ്ദേഹത്തിൽ നിന്നും ലഭിക്കുന്ന പണം കൊണ്ട് ആദ്യം വാങ്ങി ആൾക്ക് നൽകുകയും ഇങ്ങനെ അദ്ദേഹത്തിന് നൽകുകയും അദ്ദേഹത്തിന് കടം കിട്ടുകയും വീണ്ടും അതിനെ മറിച്ച് വിൽപ്പന നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരു പ്രക്രിയയാണ് റിയൽ എസ്റ്റേറ്റ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ നാം ആലോചിക്കണം. നമുക്കറിയാം, പരിശുദ്ധമായ ഇസ്ലാം മതത്തിന് മുസ്ലിം പണ്ഡിതനും മുസ്ലിം ഭരണാധികാരിയുമായിരുന്ന മർവാൻ എന്ന് പറയുന്ന രാജാവ് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഭരണം നടത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രജകൾക്ക് ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നും ഭക്ഷ്യസാധനങ്ങൾ സൗജന്യമായി നൽകുന്ന ഒരു അവസരമുണ്ടായിരുന്നു. അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി പ്രജകൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഖജനാവിൽ നിന്നും നൽകുന്ന ഭക്ഷ്യസാധനങ്ങളുടെ ലിസ്റ്റുകൾ ഗവൺമെന്റിൽ നിന്നും വില കൊടുത്തു വാങ്ങി അതിനെ മറിച്ചു വിൽക്കുകയും തുടങ്ങി ഇന്നത്തെ റിയൽ എസ്റ്റേറ്റ് പോലെ മറിച്ചു വിൽപ്പന നടത്തുന്ന അദ്ദേഹം അന്ന് നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ലിസ്റ്റുകൾ എടുത്തുകൊണ്ട് മറിച്ചു വിൽപ്പന നടത്തുന്ന ഒരു സമ്പ്രദായം മർവാൻ എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അദ്ദേഹത്തെ കണ്ടുകൊണ്ട് മർവാനോട്